ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ടൈനി വേൾഡ്. അമൃതം പൊടി ഉപയോഗിച്ച് നല്ല സ്വാദിഷ്ടമായ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ അമൃതം പൊടി കൊണ്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് 3/4 കപ്പ് അമൃതം പൊടിയാണ്. 3/4 കപ്പ് അമൃതം പൊടിക്ക് ഞാൻ 1/4 കപ്പ് മൈദയും കൂടി ചേർക്കുകയാണ്. അപ്പം മൊത്തം നമ്മൾ എടുക്കുന്ന പൊടി 1 കപ്പ്. അതിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും. കാരണം നമ്മുടെ അമൃതം പൊടിയിൽ ആവശ്യത്തിന് മധുരവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക, ഒരു നിറത്തിന് വേണ്ടി, പഴംപൊരിയുടെ ആ ഒരു മഞ്ഞ നിറം കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്കത് നല്ലപോലെ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആ പഴംപൊരി ഉണ്ടാക്കുന്ന ആ ഒരു മാവ് പരുവത്തിലേക്ക് കിട്ടണം. അപ്പം ഞാൻ മൊത്തം എടുത്തിരിക്കുന്നത് 1 കപ്പ് പൊടിക്ക് ഇപ്പം ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തത് ഒരു 1/2 കപ്പ് വെള്ളമാണ്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ബാക്കി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കട്ടയൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ടുള്ളൊരു മാവാക്കി നമുക്ക് കിട്ടണം. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ നല്ലപോലെ സ്മൂത്തായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത ഒരു മാവ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ പഴംപൊരിയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ അതുപോലെ നിങ്ങൾ തയ്യാറാക്കി എടുക്കുക. വെള്ളം പതുക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് പാകമാകുമ്പോൾ നിർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഏത്തപ്പഴം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പൊടിക്ക് 2 ഒരു ഇടത്തരം വലിപ്പമുള്ള ഏത്തപ്പഴം ഉണ്ടാക്കാൻ പാകത്തിനുള്ള മാവുണ്ട്. അപ്പോൾ അത്രയും പഴം ഞാൻ പഴംപൊരിക്ക് നമ്മളെടുക്കുന്ന അതേ ഷേപ്പിൽ നേർമേൽ മുറിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഈ മാവിലോട്ട് നല്ലപോലെ ഇട്ട് കൊടുത്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഇപ്പോൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം ഈ പഴത്തിലോട്ട് നല്ല പാകത്തിന് ആ മാവ് വന്ന് നല്ലപോലെ പറ്റിയിരിക്കും, ഒട്ടും ലൂസില്ല, നല്ല കറക്റ്റ് പാകമാണിത്. അപ്പോൾ ഈ പാകത്തിന് നിങ്ങൾ എടുക്കുക, നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കാം നമുക്കിത്. അതിനുശേഷം നമുക്ക് പഴംപൊരി പൊരിച്ചെടുക്കുന്നത് പോലെ എണ്ണയിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. റിഫൈൻഡ് ഓയിൽ ആയാലും അത്, വെളിച്ചെണ്ണ വേണമെങ്കിൽ അതായാലും എടുക്കാം. അതല്ല വേറെ എന്തെങ്കിലും എണ്ണയാണെങ്കിൽ അതെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തവിടെണ്ണയാണ്. അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ പാകത്തിന്, അത് മുക്കി പൊരിച്ചെടുക്കാൻ പാകത്തിന് തവിടെണ്ണ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു. നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ആ പഴം ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ പഴം നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, മാവ് അതിന് ചുറ്റിലും നല്ലപോലെ പറ്റിയിരിക്കുന്ന പാകത്തിന് സ്പൂണിൽ കോരിയെടുത്ത് അതിലേക്കിട്ട് നല്ലപോലെ പൊരിച്ചെടുക്കണം. സാധാരണ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് അരിപ്പൊടിയും കൂടിയൊക്കെ ചേർക്കുമല്ലോ മൈദയുടെ കൂടെ. അപ്പോൾ ഇതിന് അതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല മുരുമുരാന്നിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരിയാണ് നമുക്ക് ഈ അമൃതം പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അതിന് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ അതിനകത്ത് വരുന്ന ആ കപ്പലണ്ടി പൊടിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ പഴംപൊരിക്ക്. ഒരു നേരിയ മധുരവും കാണുന്നതിന്, പക്ഷേ അത് ഇതിനകത്തൊരു ആഡഡ് ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് ആ മധുരം കൂടി വരുമ്പോൾ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് നല്ലപോലെ മൊരിച്ചെടുക്കുക. ഇപ്പം വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാനാണെങ്കിലും നമ്മൾ മൈദ ഉപയോഗിച്ച്, ഒത്തിരി മൈദ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് നമ്മുടെ അമൃതം പൊടിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ. അമൃതം പൊടി ഇല്ലാത്തവർക്ക് നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന വരി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അമൃതം പൊടി വീട്ടിലുള്ളവർക്ക് ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ല ടേസ്റ്റിയാണ്. കുട്ടികളിപ്പം കൊച്ചു കുട്ടികളൊക്കെ ഉള്ളപ്പം ഇതൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അമൃതം പൊടിയായിട്ട് കൊടുക്കുമ്പോൾ, കുറുക്കി കൊടുക്കുമ്പോൾ കുട്ടികളൊന്നും കഴിക്കാൻ മടിയുണ്ടാവും. അപ്പം അതിന് പകരമായിട്ട് ഇങ്ങനെ പഴവും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീട്ടിൽ വലിയവർക്കാണെങ്കിലും ശരി, ഇത് ഉപയോഗിച്ചുള്ള പഴംപൊരി കുറച്ചുകൂടി മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടിയും ഹെൽത്തിയാണ്. ഇതിനകത്തുള്ള ചേരുവകളെല്ലാം ഒത്തിരി പോഷകങ്ങൾ നിറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് ഇത്. അപ്പം സാധാരണ പഴംപൊരിയെക്കാട്ടി ഒരു വ്യത്യാസമായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫൈഡ് ആകാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. അപ്പം വീണ്ടും പുതിയ അറിവുകൾക്കായി കാണുന്നത് വരെ സ്റ്റേ ഹെൽത്തി.